watch your parents have sex every day for the rest of your life? क्या हो गया रणवीर भाई को? अपने अपने पकड़ लीजिए तुरंत. Or would you join in once and stop it forever? Join in what the? भाई How long is your dick? Porn counts as cheating. तोड़ दो चूड़ियां बहन चुद अपनी. अगर VR porn हो എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു ന്യൂസ് അനാലിസിസ് വീഡിയോ ആണ്. ഇന്ത്യസ് ഗോട്ട് ലേറ്റന്റ് എന്ന ഷോയിൽ രൺവീർ അലാബാദിയ നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യ മുഴുവൻ വലിയ വിമർശനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇന്ത്യ മുഴുവനുള്ള മാധ്യമങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള മാധ്യമങ്ങൾ നമ്മളെ പോലുള്ള ചോട്ടാ മോട്ട ടീമുകളടക്കം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, പ്രമുഖരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സീരിയൽ സിനി ആർട്ടിസ്റ്റുകൾ, പൊതുവായി പോഡ്കാസ്റ്റുകളൊക്കെ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭാഷയുടെ ഒരു പരിമിതി കാരണം, അതിൻ്റെ ഒരു സാധ്യത കൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രമുഖരൊക്കെ പറയുന്ന പല വിറ്റുകളും ഇന്ത്യ മുഴുവൻ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കാറില്ല. എനിക്ക് തോന്നുന്നു മലയാളം ഇന്ത്യയിൽ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ കലാപ ആഹ്വാനങ്ങൾ കേരളത്തിനെതിരെ ഉണ്ടായേനെ. കാരണം അത്രയധികം വലിയ വിറ്റുകൾ ചില ആളുകളുടെ റിലീജിയസ് സെന്റിമെന്റ്സിനെയൊക്കെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇവിടെയുള്ള പല ആളുകളും പറയാറുണ്ട്. എന്നാൽ ഈ ഭാഷയുടെ ഒരു പരിമിതി കാരണം പല ആളുകൾക്കും അത് മനസ്സിലാവുന്നില്ല. രൺവീർ അലബാദിയ കേരളത്തിലുള്ള ആളുകൾക്ക് വളരെ സുപരിചിതനായത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയത് പറയുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇന്ത്യസ് ഗോട്ട് ലേറ്റന്റ് എന്ന ഈ ഒരു ഷോയിൽ, ഒരു കൈൻഡ് ഓഫ് റോസ്റ്റിംഗ് ഷോയിൽ പങ്കെടുക്കുകയും ചില മറുപടികൾ അവർക്ക് കൊടുക്കുകയും ചെയ്തു. വളരെ കൂൾ എന്നുള്ള രീതിയിൽ കൊടുത്ത മറുപടികളാണെന്നുണ്ടെങ്കിലും കേരളത്തിലുള്ള ആളുകളുടെ മാനം കെടുത്തുന്ന തരത്തിലേക്കുള്ള ചില മറുപടികളായിരുന്നു. ആ ഒരു കുട്ടിയോട് താങ്കളുടെ പൊളിറ്റിക്കൽ ചായ്വ് എന്താണ്, താങ്കളുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും പുള്ളിക്കാരി നൈസായിട്ട് എനിക്ക് അങ്ങനെയുള്ളൊരു പരിപാടിയില്ല, ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് പറയുകയും ചെയ്തു. Kerala. Yes. So Pearl William, what's your political leaning? Political leaning? I don't watch politics. Don't have any political opinion. No. Did you vote? Me? No. കേരള സർ 100% ലിറ്ററസി സാർ. ശരിക്കും കേരളത്തിലുള്ള ഒരാളോട് നിങ്ങളുടെ പൊളിറ്റിക്സ് എന്താണ് എന്ന് ചോദിക്കുന്നത് നമ്മുടെ ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ടാണ്, നമ്മളുടെ ആ ഒരു രാഷ്ട്രീയം അത്രയധികം ഇന്ത്യ മുഴുവൻ പേര് കേട്ടതായതുകൊണ്ടാണ്, നമ്മുടെ നിലപാടുകൾ കൊണ്ടാണ്. അങ്ങനെയുള്ള നമ്മളിൽപ്പെട്ട ഒരാളോട് ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരി നൈസായിട്ട് ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല, എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, 100% ലിറ്ററസി സാർ, കേരള സാർ എന്ന് പറയുന്ന ഒരു കോമഡി അവിടെ അടിച്ചു വിട്ട്. അപ്പോൾ ആ ഒരു കോമഡി നമുക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല, പക്ഷെ അവിടെ നിന്ന് ആളുകൾ നന്നായിട്ട് ചിരിച്ചു. അവരുടെ ആ ഒരു കളിയാക്കലിനെതിരെ, 100% ലിറ്ററസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്കലിനെതിരെ കേരളത്തിലുള്ള പല യൂട്യൂബേഴ്സും റിപ്ലൈ വീഡിയോ ഒക്കെ ഇടുന്നത് കണ്ടു. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ആ ഒരു പെൺകുട്ടിയാണ് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ പോയിട്ട് ചില മണ്ടത്തരങ്ങൾ പറഞ്ഞ് നമ്മളെ നാണം കെടുത്തിയത്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ രാഷ്ട്രീയം ഇല്ല എന്ന് കൂൾ ആൻഡ് ഫാഷനായിട്ട് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ട്, എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ചില രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നത് പോലും ഒരു രാഷ്ട്രീയമാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും പറയുക. അപ്പോൾ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ചായ്വ് അങ്ങനെയാണ് എന്നൊക്കെ അവർ വിചാരിച്ചോളും. ഇതിൽ രൺവീറിനോട് ആളുകൾക്ക് ഒരു അമർഷം തോന്നിയത്, ഏറ്റവും നന്നായിട്ട് അവിടെ കിടന്ന് ചിരിച്ച വ്യക്തി രൺവീർ ആയിരുന്നു. രൺവീറിന്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. കേരളത്തിനെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു കോമഡി, ഒരു കളിയാക്കൽ അവിടെ നടത്തിയ സമയത്ത്. ഇനി രണ്ടാമതായി രൺവീറിനെ ഇന്ത്യയിലുള്ള ആളുകൾക്കറിയാവുന്നത്, കേരളത്തിലുള്ള ആളുകൾക്കറിയാവുന്നത്, നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റേഴ്സിൽ ഒരാൾ എന്നുള്ള ഒരു പുരസ്കാരം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് കൈപ്പറ്റി. അപ്പോൾ ആ ഒരു ലിസ്റ്റിലുള്ള ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റിലുള്ള ആളുകളുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയത്തെ കുറിച്ചിട്ടും നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. രൺവീറും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം കുറേയധികം സ്യൂഡോ സാധനങ്ങളെയൊക്കെ അദ്ദേഹത്തിന്റെ ചാനലിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ഈ BJP-യുടെ പ്രമുഖ നേതാക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യായീകരിക്കാനായിട്ടോ കൂളായിട്ട് അഭിനയിക്കാനായിട്ടുള്ള വേദി എന്ന് പറയുന്നത് രൺവീറിന്റെ ഷോസ് ആണ്. അപ്പോൾ അവിടെ പല ആളുകളും വന്നിട്ടുണ്ട്. ഹിന്ദുയിസത്തെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അർണബ് ഇപ്പോൾ രൺവീറിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം. പൊതുവെ വലതുപക്ഷം, BJP അനുഭാവികൾ ഈ സദാചാരം, സംസ്കാരം എന്നീ കാര്യങ്ങളിലാണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവരുടെ PR വർക്കിന് വേണ്ടി അവരുപയോഗിച്ചിരുന്ന, അവരൈക്കണായി വെച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ വരുന്ന സമയത്ത് അവര് കൂടെ നിർത്താനായിട്ടുള്ള സാധ്യതയില്ല. നമ്മുടെ നാട്ടിലെ രാഹുൽ ഈശ്വർ പോലും രൺവീർ അലാബാദിയക്കെതിരെ മുംബൈ പോലീസിന്റെ അടുത്ത് കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ
ലൈവിൽ വന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു. മുംബൈ പോലീസുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം തക്കതായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. കുടുങ്ങുമായിരിക്കും. ബീർ ബൈസപ്സ് രൺബീർ അലഹബാദിയ എന്ന പ്രമുഖ യൂട്യൂബർക്കെതിരെ മുംബൈ പോലീസിൽ ഞാൻ കംപ്ലൈന്റ് നൽകുകയും ജോയിന്റ് പോലീസ് കമ്മീഷണർ സത്യനാരായണുമായി ആശയവിനിമയം നടത്തുകയും അദ്ദേഹം എന്റെ പരാതി സ്വീകരിക്കുകയും അത് മുംബൈയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത നൽകുകയുണ്ടായി. ഇതിലെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ രൺബീർ അലഹബാദിയ എന്ന ബീർ ബൈസപ്സ് നമുക്കെല്ലാം ഇഷ്ടമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ, ഒരുപക്ഷെ ധ്രുവറാത്തി ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖനായ യൂട്യൂബറാണ്. ഒരു റൈറ്റ് ലീനിങ് സ്പേസിൽ നിൽക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു കമന്റ്, അദ്ദേഹം ഈ ഇന്ത്യ ഗോട്ട് ലാറ്റന്റ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു കമന്റ്, ആ കമന്റ് ഇങ്ങനെയാണ്: വുഡ് യു റാദർ വാച്ച് യുവർ പേരന്റ്സ് ഹാവ് സെക്സ് ഫോർ ദി റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഓർ ജോയിൻ ഇൻ വൺസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫോർ എവർ? നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ ആ ലൈംഗികത നടത്തുന്നത് കാണുകയോ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുകയോ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് തമാശ രൂപേണ, ഹാസ്യ രൂപേണ ഇദ്ദേഹം, അതായത് ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ചെയ്തതാണ്. ഇത് ആബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ആണ്. നമ്മൾ ഒരിക്കലും ഫാമിലി ആൻഡ് ഫെയ്ത്ത്, നമ്മുടെ കുടുംബത്തെയും വിശ്വാസത്തെയും ഒക്കെ ഇത്തരം ലൈംഗികത, മറ്റ് പെർവേർഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും കൊണ്ടുവരാറില്ല. ഈ പരിപാടിയിൽ തന്നെ മറ്റ് പല സമാനമായ പെർവേർട്ടഡ് കമന്റ്സും, ഒരു പെൺകുട്ടി വന്ന് അവളുടെ അമ്മയുടെ ജനനേന്ദ്രത്തെ കുറിച്ചും, ഒരുത്തൻ വന്ന് അവന്റെ അച്ഛനെ കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ യങ്സ്റ്റേഴ്സ് അങ്ങനെ വഴിതെറ്റി പോകും. എനിക്ക് ഇതിനെക്കാട്ടി കൂടുതൽ പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ രൺബീർ അലഹബാദിയ എന്ന ബീർ ബൈസപ്സിനെതിരെ അതിരാവിലെ തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റിന്റെ മുംബൈ പോലീസ് അത് സ്വീകരിച്ചു. രൺബീർ അലഹബാദിയക്കെതിരെ എഫ്ഐആർ, ബീർ ബൈസപ്സിനെതിരെ പോലീസ് എഫ്ഐആർ ഇടും എന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. DCP ആ അന്വേഷണ സ്ഥലത്താണ്. ഓൾറെഡി പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ആരും ശ്രീരാമൻ ഹരിചന്ദ്രനൊന്നും ആയിരിക്കില്ല. പക്ഷേ ചില ലക്ഷ്മണ രേഖകളുണ്ട്. ഈ അൾട്രാ ലിബറൽസ് എന്ന് പറയുന്ന ഈ തീവ്ര ഫെമിനാസികൾ, തീവ്ര ലിബറലുകൾ നമ്മുടെ കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കും. അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, കുടുംബത്തിൽ വിശ്വാസമില്ല, സംസ്കാരത്തിൽ വിശ്വാസമില്ല, നമ്മൾ മൂല്യമുള്ളതെന്ന് കരുതുന്ന ഒരു മൂല്യങ്ങളിലും മൂല്യ സംവിധാനത്തിൽ വിശ്വാസമില്ല. അവരെ തടയേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസർ ആയി മാറും. ഇടയ്ക്ക് കുറെ ദേശീയ മാധ്യമങ്ങളിലെ കോൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ അച്ഛനെയും അമ്മയും ഒക്കെ നമ്മുടെ മക്കൾ നാളെ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുന്നത് കരുതിയാൽ എനിക്ക് ഏറ്റവും സന്തോഷം. പോലീസുകാർ വളരെ പെട്ടെന്ന് ഉണർന്നു തന്നെ പ്രവർത്തിക്കുകയും ജോയിന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സത്യനാരായണൻ അനുകൂലമായി തന്നെ നിലപാടെടുക്കുകയും ചെയ്തു. അവരോടും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് രൺബീർ അലഹബാദിയെ അറസ്റ്റ് ചെയ്യുകയും, അതായത് അദ്ദേഹത്തെ ശിക്ഷിക്കാനൊന്നുമല്ല, ഗംഭീരനായ കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഇനിയും നല്ല പാതയിലേക്ക് വരണം. നല്ല രീതിയിൽ ഇവരെ ചാനലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇതേപോലെ ഫിൽത്തും പെർവേർഷനും ഒക്കെ ആയിരിക്കും അവർ കൂടുതൽ സമൂഹത്തിലേക്ക് പടർത്തിവിടുക. അതുകൊണ്ട് അത് തടയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭാവി തലമുറ യൂട്യൂബിലെയും ഓൺലൈനിലൂടെയും ഡിജിറ്റലിലൂടെയും അവർക്ക് ലോകത്ത് കിട്ടുന്ന എക്സ്പോഷർ ഭയങ്കരമാണ്. പക്ഷേ എക്സ്പോഷറിനെ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് വലിയ അരാജകത്വവും അപകടവുമാണ് ഈ നാട്ടിലും എല്ലാ നാടുകളിലും ഉണ്ടാകാൻ പോവുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധാർമ്മികമായ എത്തിക്സിന്റെ കാര്യങ്ങളിൽ, മൂല്യങ്ങളുടെ കാര്യങ്ങളിൽ ഒരു സ്റ്റാൻഡ് എടുക്കാൻ നമുക്കാകണം. തീവ്ര ലിബറലുകളും തീവ്ര ഫെമിനാസികളും പറയുന്ന നിലപാട് തറയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അത് നമുക്ക് വിശ്വാസമുള്ള എല്ലാ പവിത്രമായ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കും. ദൈവത്തെ, കുടുംബത്തെ, സമൂഹത്തെ, സംവിധാനത്തെ, സംസ്കാരത്തെ എല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് അത്തരം നടപടികൾ നമുക്ക് എടുക്കണം. അത് KR മീരയ്ക്കെതിരെയാണെങ്കിലും രൺബീർ അലഹബാദിക്കെതിരെയാണെങ്കിലും, ഇടതുപക്ഷക്കാരിയായ KR മീരയാകട്ടെ, വലതുപക്ഷക്കാരനായ ബീർ ബൈസപ്സ് ആകട്ടെ, ഇതിൽ രാഷ്ട്രീയമില്ല. കാര്യം ഈ ഫൈറ്റ് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ്, ഈ സമൂഹത്തിന് വേണ്ടിയാണ്. ദ ഇന്ത്യാസ് ഗോട്ട് ലൈറ്റന്റ് എന്ന ഷോയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകളും ട്രൈ ചെയ്യുന്ന റോസ്റ്റിംഗ് കൈൻഡ് ഓഫ് ഒരു അപ്രോച്ചാണ് ഇന്ത്യാസ് ഗോട്ട് ലൈറ്റന്റ് എന്ന് പറയുന്നത്. ഇന്ത്യക്കാർ പൊതുവെ മറ്റുള്ള ആളുകളെ പരിഹസിക്കാനായിട്ടും റോസ്റ്റ് ചെയ്യാനായിട്ടും വളരെയധികം താല്പര്യമുള്ള ആളുകളാണ്. അത് കാണാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ വിറ്റി പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇങ്ങനെ ഒരു ട്രൈ ചെയ്യുകയും ഒരു ഫിലിമിൻ്റെ ക്രൂവിനെ വിളിച്ചിട്ട് ഇത്തരത്തിൽ റോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഒരു വലിയ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിരുന്നു. നമ്മൾക്കാർക്കും അത് ദഹിച്ചില്ല. കാരണം അത് പലപ്പോഴും അതിൻ്റെ പരിധികൾ ലംഘിച്ചു പോകും. ഇതൊരു പരിപാടിയാണ്, ആളുകളെ ചിരിപ്പിക്കണം, മറ്റുള്ള ആളുകളെ പരിഹസിച്ച് അവരെ റോസ്റ്റ് ചെയ്ത് ചിരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു വലിയ ദൗത്യവുമായി ഈ ഒരു കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ പ്ലാൻ പോലെ അങ്ങ് നടക്കില്ല, നമുക്ക് ചിരി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിമർശനങ്ങൾ വരും. രൺബീർ വന്ന് മാപ്പ് പറഞ്ഞതൊന്നും ആളുകൾക്ക് അത്ര കൺവിൻസിങ് ആയില്ല. അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തമാശകൾ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു രീതിയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വഴിയല്ല. മില്ലേനിയൽസും ജെൻസിയൊക്കെ കൂൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന കുറേയധികം പദപ്രയോഗങ്ങളുണ്ട്. പക്ഷെ ആ ഒരു പദപ്രയോഗങ്ങളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലാവുമ്പോൾ മാത്രമാണ് കേൾക്കാൻ വലിയ കുഴപ്പമില്ലാത്തത്. അത് മലയാളീകരിച്ച് കഴിഞ്ഞാൽ വൻ വൃത്തികേടാണ്. പലപ്പോഴും നമ്മൾ ഇവിടെ ഈ പുരോഗമന സർക്കിളുകളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ തെറികൾക്ക് പോലും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ അമിതമായിട്ടുള്ള ലാഞ്ചനയുണ്ട് എന്നുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ ഉപയോഗിക്കാത്ത പല കാര്യങ്ങളും കൂളായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എടുത്തിട്ട് പ്രയോഗിക്കാറുണ്ട്. കൊച്ചു കുട്ടികളടക്കം അത് പ്രയോഗിക്കാറുണ്ട്. അതൊക്കെ ഫാഷനായിട്ട് നമ്മുടെ ഇവിടെയുള്ള പല സിനിമകളിലും വരാറുണ്ട്. ഈ ഒരു ഷോയിലെ മുഴുവൻ കണ്ടന്റും വേറെ യൂണിവേഴ്സിലുള്ള ആളുകൾ കേൾക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടന്റാണ് നമുക്ക് തോന്നിപ്പോകും. കാരണം നമുക്ക് അതിനകത്ത് വലിയ കോമഡി ഒന്നും തോന്നാറില്ല. അവർ കോമഡി എന്നുള്ള രീതിയിൽ ചില സെന്റൻസുകൾ പറയുകയും അവിടെ ഒരു പൗസ് കൊടുത്തിട്ട് ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് എന്ന ആ ഒരു ലോഗോ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറേയധികം ആളുകൾ ചിരിക്കുന്നത് കേൾക്കാം. പക്ഷേ എനിക്കൊന്നും അതിനകത്തെ കോമഡി അത്ര അങ്ങ് ദഹിക്കാറില്ല. ഇത് ഓരോ ആളുകളുടെയും ഒരു ടേക്കാണ്. Watch your parents have
every day for the rest of your life? क्या हो गया रणवीर भाई को? अपने अपने पकड़ लीजिए तुरंत. Or would you join in once and stop it forever? Join in what the? Why? ഇത് ഓരോ ആളുകളുടെ ഒരു ടേക്കാണ്. അവരുടെ ഒരു സ്വാതന്ത്ര്യമല്ലേ, അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ, ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് പരിമിതികളുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റിമൂവ് ചെയ്തത്? അത് അഡൾട്ട് കണ്ടന്റ് ആണ് എന്നുള്ളത് യൂട്യൂബിനോട് ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്ന പരാമർശങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. എത്രത്തോളം അഡൾട്ട് കണ്ടന്റ് ഇതിനകത്തുണ്ട്, എത്രത്തോളം വയലൻസ് ഇതിനകത്തുണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ, കോൺട്രവേഴ്സി ഉണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ ആ ഒരു സർക്കിളിലുള്ള അഡൾട്ട് ആയിട്ടുള്ള ആളുകൾക്ക് രസിക്കുന്ന ചില കോമഡികളാണ്, വിറ്റി കോമഡികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. അവർ അത് ചെയ്തിട്ടില്ല. എല്ലാ ആളുകളിലേക്കും പുഷ് ചെയ്യപ്പെടുന്ന ഈ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് വിമർശനങ്ങൾ ഉണ്ടാവേണ്ടത്. ആ ഒരു റൈറ്റ് ആയിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഏറെ ഉണ്ടാവുന്നത്. അർണബ് ഈ ഒരു ഇഷ്യൂവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി വേറൊരു രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ക്യാൻസലേഷൻ, ഒരു വ്യക്തിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ഹെയ്റ്റ് അഴിച്ചുവിടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചില സംഗതികളുണ്ട്. ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇത്തിരി ഓവറായിട്ടാണ് അർണബ് രൺവീറിനെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. Content creation, perverted, vulgar, dirty comments, dirty videos, dirty so-called humor which is not funny is all being promoted, and this has been going on for the last few years. Viewers, you would remember these people who call themselves content creators have earlier been caught in several cases of inappropriate behavior. There have been multiple cases when they have been terrible towards their fellow employees, where they made dirty comments. And I would like to begin by appealing to people who put money behind these kind of people, sponsor these kind of people, that you're doing a disservice to the country. You're doing a disservice to the youth. And all these advertisers and these sponsors who sponsor and support people like this, they will be responsible for all the harm that is done to our younger generations. So all these brands and organizations that sponsor and support people who do this trash, who promote perversion and filth in our society, are also responsible. They should be careful. Fact is, Ranveer Alabadia is guilty. He said perverted things. He dragged his parents into it. He made a comment fully aware that he thought this was something to talk about and share, laugh about. And I'm ashamed of those people who shared that dirty joke. There was a woman also present who was laughing along. If she did, it's terrible. Maybe she was uncomfortable. But these two people sitting next to him are clearly not uncomfortable. The lady seems surprised and shocked. She's smiling along. I don't know what comment she made, but if this is a dirty comment factory, then I want to ask everyone tonight, if you're a subscriber, unsubscribe. If you're a sponsor, so stop sponsoring. If you're a platform, stop being a platform to filth. Ranveer Alabadia is a serial offender. He's got away with it so far, but this is his moment. Second, he mentioned incest, he promoted incest. When he saw he was getting a response, he repeated it, which means it's a very well thought out thing. He knows and the others know this is practiced and rehearsed. Don't think it was said on the spur of the moment. It was practiced and rehearsed. He may have got paid for it. People like Ranveer Alabadia have even used religion as a cover to push their YouTube traffic. And he has presented Hinduism in a way that he feels is sellable. So he puts out a lot of stuff on tantrics and agoris and all kinds of things. Whatever he thinks is fringe. He's a little bit like that Shane Smith fellow who started Vice and then lost it. And Vice went down the drain. He's also going down the drain. He capitalizes on Hinduism. And if any of you feel that, oh, this is a person who promotes Hinduism and then we need to support him, please don't get fooled. He doesn't. He commoditizes Hinduism and tries to sell it for his commercial interest in neat packets that are aimed at amplifying things like ghosts and tantrics and agoris and quick content. And there are people who participate in that, they must not. In a way, today there's a lesson to be learned by the twin fall of Mamta Kulkarni and Ranveer Alabadia. Very similar people actually. പുകഞ്ഞ പുള്ളി പുറത്ത്, അവനെ മാക്സിമം ഇല്ലാതാക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അർണബ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രൺവീർ അവരുടെ ആളായിരുന്നു. നേരത്തെ കാര്യമായിട്ട് തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലും രൺവീറിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഹിന്ദുയിസം സെല്ല് ചെയ്യുന്ന ആളായി മാറി. അതിനകത്ത് സെല്ലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആളായി മാറി. അതിനകത്ത് ലാഭം പ്രതീക്ഷിച്ചിട്ട് അത് ചെയ്യുന്ന ആളായി മാറി. അതിനോടൊപ്പം ആഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അലാബാദിയ ഈസ് എ സീരിയൽ ഒഫൻഡർ. ഹി മെൻഷൻഡ് ഇൻസെസ്റ്റ്, ഹി പ്രൊമോട്ടഡ് ഇൻസെസ്റ്റ് എന്നൊക്കെയാണ് പറയണത്. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അടുത്ത രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം. അതിനെ അയാൾ പ്രൊമോട്ട് ചെയ്തു, അയാൾ അതിനെ മെൻഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്താണ് ഈ ഹിന്ദുയിസത്തിൻ്റെ ഇതും കൂടെ ഇടുന്നത്. കംപ്ലീറ്റ് ക്യാൻസലേഷനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അർണബ് പറയുന്നത് പോലുള്ള സംഭവങ്ങളൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു ലിറ്ററൽ മീനിങ് ഒന്നുമല്ല ഇതുപോലുള്ള ഷോസിലൊക്കെ പലപ്പോഴും അവർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ജനറേഷനുള്ള ആളുകൾക്ക് അറിയാം എന്നുണ്ടെങ്കിലും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് തർജ്ജമ ചെയ്യുന്ന സമയത്ത്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന സംഭവം ആകുമ്പോഴത്തേന് ഇതിനെ തർജ്ജമ ചെയ്യുന്ന സമയത്ത് മഹാവൃത്തികേടാണ്.
അപ്പോൾ ആ ഒരു വൃത്തികേടിനെ എടുത്തു വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, അയാൾ ഇൻസെസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇൻസെസ്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഇവർ കുറേയധികം നമ്മുടെ അടുത്ത ബന്ധങ്ങളിലുള്ള ആളുകളെ ചേർത്തിട്ട് സെക്സ് ജോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശരിക്കും തർജ്ജമ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടും. ഇന്ത്യ മുഴുവൻ വലിയ വിമർശനങ്ങൾ രൺവീറിന് നേടിക്കൊടുക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അങ്ങനെ പൊതുവായി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഈ ഷോ ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പുള്ളി കഷ്ടപ്പെട്ട് ചില കാര്യങ്ങൾ ഇടാൻ ശ്രമിക്കുകയും അത് കംപ്ലീറ്റ്ലി പാളിപ്പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന ആളുകൾക്കറിയാം, അദ്ദേഹം ആ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇത് കയ്യിൽ നിന്ന് പോയ ഐറ്റമാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹിന്ദിയാണ് ഭാഷ, മജോറിറ്റി ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് ഓഡിറ്റ് ചെയ്യപ്പെടും. അതേപോലെ പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മജോറിറ്റി പൊളിറ്റിക്സിന് വേണ്ട തരത്തിലേക്കുള്ള ചില സംസ്കാരവും സദാചാരവും ഒക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ട് ഈ ഒരു ഷോയിലേക്ക് വന്നപ്പോഴത്തേന് കംപ്ലീറ്റ്ലി ഉൾട്ടയടിച്ചു. അപ്പോൾ അവർ ഹോൾഡ് ചെയ്യില്ല, അവരുപേക്ഷിക്കും. വലിയ വിമർശനങ്ങൾ ഇദ്ദേഹത്തിനുണ്ടാവും. ഇയാളെ ചേർത്ത് നിർത്തിയാലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് കളയും. ഇന്ത്യസ് ഗോട്ട് ലേറ്റന്റ് എന്ന ഈ ഒരു ഷോ ആദ്യമായിട്ടൊന്നുമല്ല വിമർശനങ്ങൾ നേടിയെടുക്കുന്നത്. ഏകദേശം 5 പ്രധാനപ്പെട്ട കോൺട്രവേഴ്സികളാണ് ഈ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിൽ രണ്ടാമത്തേത് ദീപിക പദുക്കോണിന്റെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ചില കോമഡികൾ ഇവർ അടിച്ചതാണ്. ദീപിക പദുക്കോൺ അദ്ദേഹത്തിൻ്റെ ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒരു പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് പറയുകയുണ്ടായി. ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഷോയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഷീ സെഡ്, ദീപിക റീസെൻ്റ്ലി ബിക്കം എ മദർ, റൈറ്റ്? ദീപിക കഴിഞ്ഞിടയ്ക്ക് ഒരു അമ്മയായിരുന്നല്ലോ. ഗ്രേറ്റ്. നൗ ഷീ നോസ് വാട്ട് റിയൽ ഡിപ്രഷൻ ലുക്സ് ലൈക്ക്. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാണും എന്താണ് ശരിക്കും ഡിപ്രഷൻ എന്നുള്ളത്. അപ്പം ദീപിക പദുക്കോൺ മുന്നേ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്, അതിന് വാല്യൂ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരാമർശത്തിൽ കൂടെ അവിടെ സംഭവിച്ചത്. കോൺട്രവേഴ്സ്യൽ പെർഫോമൻസ് ആൻഡ് ഡോഗ് മീറ്റ് ജോക്ക് ലെഡ് ടു FIR. അപ്പോൾ അത് അരുണാചൽ പ്രദേശിൽ നിന്ന് വന്ന ജെസി നബാം എന്ന കണ്ടസ്റ്റന്റ് അവിടെയുള്ള ആളുകളെ കുറിച്ചിട്ട് നടത്തിയ ഒരു പരാമർശമായിരുന്നു. ഷീ ജോക്ഡ് അബൌട്ട് പീപ്പിൾ ഇൻ അരുണാചൽ ഈറ്റിംഗ് ഡോഗ് മീറ്റ് ആൻഡ് ഈവൻ ദെയർ പെറ്റ്സ് അറ്റ് ടൈംസ് ലീഡിങ് ടു ലീഗൽ ആക്ഷൻ. അപ്പോൾ അരുണാചൽ പ്രദേശിലേക്കുള്ള ആളുകൾ പട്ടിയൊക്കെ ഭക്ഷിക്കാറുണ്ട്, ചില സമയത്ത് അവർ അവരുടെ പെറ്റിനെ പോലും തിന്നും എന്നുള്ള ഒരു കമൻ്റായിരുന്നു. ഉർഫി ജാവേദ്സ് വാക്കൗട്ട് ഓവർ ഒഫെൻസീവ് റിമാർക്സ്. അപ്പോൾ ഈ ഗസ്റ്റുകളെ ആണെങ്കിലും വിളിച്ചിട്ട് അവരെ റോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലുള്ള പരിപാടികളുടെ പൊതുരീതി. ഉർഫി ജാവേദ് അത്തരത്തിലൊരു പരാമർശത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും പിന്നീട് പല മാധ്യമങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ ഒരു പരിപാടിയുടെ ഫോർമാറ്റ്. ആളുകളെ വിളിക്കുന്നു, പല ആളുകൾ വരുന്നു, കണ്ടസ്റ്റൻസ് ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റിംഗ് ആണ്. അപ്പോൾ ജഡ്ജസ് റോസ്റ്റ് ചെയ്യും, അത് താങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് അവിടെ നിൽക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. Yes, even watching porn counts as cheating. तोड़ दो चूड़ियां बहन चोद अपनी. अगर VR porn हो, It's always better than actually physically cheating, I think. अच्छा भाई VR porn देखा था मैंने, उसमें लगता है तुम ही हो बहन चोद. तो वो तो चीटिंग है भाई, माँ कसम. मैंने एक बार देखा, उसके बाद मैंने बर्तन धोए घर पे की बहन चोद. ये जो इस लड़की के साथ कर रहा हूँ मैं सही नहीं है भाई. How long is your dick? ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഫോർമാറ്റ്, അതിന്റെ പ്രസന്റേഷൻ, ഭാഷാ പ്രയോഗം എന്ന് മാത്രം പറയുന്നതായിരിക്കും ശരി. കടം എടുത്തിരിക്കുന്നത് വെസ്റ്റിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ചില വാക്കുകൾ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് തട്ടും, പുട്ടിന് പേര് പോലെ അങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് എപ്പോഴും ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പം മദർ ചേർത്തിട്ട് ഒരു എഫ് വേർഡ് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തർജ്ജമ ഭയങ്കര വൃത്തികേടാണ്. പക്ഷേ നോർത്തിൽ സ്ഥിരമായിട്ട് തന്നെ അവർ സിസ്റ്റർ ചേർത്തിട്ട് ഈ നാടൻ പ്രയോഗം നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പൊതു മാധ്യമത്തിൽ വന്നിട്ട് ഒരു ഷോയുടെ ഭാഗമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വിമർശനങ്ങൾ ഏറെ ഉണ്ടാവും. അവിടെ മൊറാലിറ്റിയും ഒബ്സീനിറ്റിയൊക്കെ ആളുകൾ ചോദ്യം ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. ആം ആദ്മി ഡൽഹി ആ ഒരു ചർച്ചയൊക്കെ അങ്ങ് അവസാനിപ്പിച്ചതിന് ശേഷം ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ ഏക മനസ്സോടെ ടേക്കപ്പ് ചെയ്ത ഇഷ്യൂ ആണ് രൺവീറിൻ്റെ ഇഷ്യൂ. ഇതിനകത്ത് വളരെ ദാരുണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരൊറ്റ വ്യക്തി ഇന്ത്യ മുഴുവനുള്ള വിമർശനങ്ങൾ, സാധാരണ ഒരു യൂട്യൂബർക്കും ഒരു സിനിമ പ്രവർത്തകനും ഒന്നും എതിരെ വരാത്ത തരത്തിലേക്കുള്ള ഹെയ്റ്റാണ്, വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വളരെ നൈസായിട്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്ത ഒരു ക്രിയേറ്ററാണ്. അപ്പോൾ അത് തിരിച്ചടിക്കുന്നതാണ്.
കർമ്മ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെയാണ് പുള്ളി ഓഡിയൻസിനെ സെറ്റ് ചെയ്തത്. അദ്ദേഹം മൊറാലിറ്റി, സ്പിരിച്വാലിറ്റി, ഹിന്ദുയിസം, സൂപ്പർസ്റ്റിഷൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്ക് തന്നെ ഒരു മോഡേൺ യൂട്യൂബ് ബാബ ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം നേരെ ഉൾട്ടടിച്ചപ്പോഴാണ് ഹെയ്റ്റ് ഇത്രയധികം സ്പ്രെഡ് ആയത്. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ സേന തന്നെ രൺവീറിനെതിരെ കമന്റ് ഇടാൻ വേണ്ടി നോർത്ത് ഇന്ത്യൻ പേജുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ചിരിയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. എന്താണെങ്കിലും ഈ കേരളത്തിലുള്ള ആളുകളുടെ പരിപാടി വളരെ മോശം തന്നെ. നമ്മൾ പല നാടുകളെ കുറിച്ചിട്ടും പല ആളുകളെ കുറിച്ചിട്ടും വളരെ ഹെൽത്തി ആയിട്ടും അൺഹെൽത്തി ആയിട്ടും സർക്കാസം രേഖപ്പെടുത്താറുണ്ട്, കളിയാക്കാറുണ്ട്. എന്നാൽ നമ്മളെ കുറിച്ചിട്ട് ആരെങ്കിലുമൊക്കെ ചെറിയൊരു കോമഡി അടിച്ചാൽ പോലും അതങ്ങ് താങ്ങാൻ പറ്റുന്നില്ല. പല സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ അവിടെ ഇരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നാണ് എന്ന് അഭിമാനത്തോടെ വന്ന ഒരാൾ പറയുന്ന സമയത്ത് അയാളുടെ ആ ഒരു മറുപടി കേട്ടിട്ട് ഇങ്ങനെ ഒരു കോമഡി അയാൾക്ക് അവിടെ അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ഞാനങ്ങ് കണക്കാക്കും. അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മളിത്തിരി സ്വയംഭോങ്ങികളാണ്. നമ്മളിൽപ്പെട്ട ആളുകളുടെ ഏതെങ്കിലുമൊക്കെ വിറ്റുകൾ കണ്ട ആരെങ്കിലുമൊക്കെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനും കൂടെ ബാധ്യസ്ഥരാവേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.